ഓക്കെ, ഇപ്പോൾ എൻ്റെ കേസിൽ എനിക്കൊരു 4 ലോസ് 3 ലോസ് അല്ലെങ്കിൽ ഒരു 5 ലോസ് കണ്ടിന്യൂസ്ലി വന്നു കഴിഞ്ഞാലും ഞാൻ 6ാമത്തെ 7ാമത്തെ ട്രേഡ് കൂളായിട്ട് എടുക്കും. അതിൻ്റെ റീസൺ എന്താ, ഒരു 4 ലോസ് വന്നു കഴിഞ്ഞാൽ ആ ലോസ് റിക്കവർ ആവാൻ എനിക്ക് ഒറ്റ ട്രേഡ് മതി. കാരണം 1:4 നമ്മൾ റിസ്ക് റിവാർഡ് റേഷ്യോ കീപ്പ് ചെയ്യുന്നത്. ഒറ്റ ട്രേഡ് മതി ആ 4 ലോസും റിക്കവർ ആവാൻ വേണ്ടിയിട്ട് ബ്രേക്ക് ഇവനിൽ എത്താൻ. അല്ലെങ്കിൽ 5 ലോസ് അല്ലെങ്കിൽ ഒരു 6 ലോസ് 7 ലോസ് കണ്ടിന്യൂസ്ലി വന്നു എന്ന് വിചാരിച്ചോ, അടുത്ത 2 ട്രേഡ് പ്രോഫിറ്റ് ആയാൽ മതി നമ്മൾ 7 ലോസും റിക്കവർ ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് റിസ്ക് മാനേജ്മെൻറ്റും മണി മാനേജ്മെൻറ്റിനും. അത് വിട്ടിട്ട് ഒരു കളിക്കും നിൽക്കരുത്. നമ്മൾ എന്തൊക്കെ ചേഞ്ച് വരുത്തിയാലും റിസ്ക് മാനേജ്മെൻറ്റും മണി മാനേജ്മെൻറ്റിലും ഒരു ചേഞ്ചസും വരുത്താൻ പാടില്ല. നമ്മുടെ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുണ്ടാവുക മണി മാനേജ്മെൻറ്റ് റിസ്ക് മാനേജ്മെൻറ്റിനെ കുറിച്ചായിരിക്കും ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുണ്ടാവുക. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് മണി മാനേജ്മെൻറ്റ് റിസ്ക് മാനേജ്മെൻറ്റ് തന്നെ. മണി മാനേജ്മെൻറ്റ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിലൊന്നും ആരും കോംപ്രമൈസ് ചെയ്തിട്ടാ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇപ്പോൾ 1:2 പ്രോഫിറ്റ് എത്തുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പേടിച്ചിട്ട് ഇറങ്ങാൻ പാടില്ല. ബ്രേക്ക് ഇവൻ ആക്കി വെക്കുക. ബ്രേക്ക് ഇവൻ ആക്കി നമുക്ക് ലോസ് വരുന്നില്ലല്ലോ. ചെറിയൊരു കമ്മീഷനിലേ പോകുന്നുള്ളൂ. അതുപോലെ 1:3 എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ആവും ഇനിയിപ്പോൾ മേലേക്ക് കയറാൻ ചാൻസ് ഉണ്ടോ, പാനിക്കായിട്ട് സെല് ചെയ്യാൻ നിൽക്കണ്ട. 1:4 എന്ന് പറഞ്ഞാൽ 1:4, അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഗെയിമിന് നിൽക്കരുത്. അല്ലെങ്കിൽ വല്ല ന്യൂസും വരണം, ആ ഇമ്പാക്ട് ന്യൂസ് ഉണ്ടെങ്കിൽ മാത്രം ആ സമയത്ത് ഇറങ്ങുക, അല്ലെങ്കിൽ ഇറങ്ങാൻ നിൽക്കരുത്. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ആ കാര്യം. അതിലാരും വിട്ടുവീഴ്ച ചെയ്യരുത്. അത് സ്ട്രോങ്ലി നിങ്ങൾ എന്തായാലും കീപ്പ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഫൈനൽ ക്ലാസ്സിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ, റിസ്ക് മാനേജ്മെൻറ്റ് മണി മാനേജ്മെൻറ്റ്. അതെന്ത് കാര്യത്തിൽ ഏത് ക്ലാസ്സിലാണെങ്കിലും ഞാൻ ആരോടാണെങ്കിലും ഈ ഒരു കാര്യം മാത്രമേ ഞാൻ പ്രോപ്പറായിട്ട് ഈ ഒരു കാര്യം ഫോളോ ചെയ്യാനാണ് ഞാൻ പറയാറുള്ളത്. ഓക്കെ, നിങ്ങൾ ഫണ്ടഡ് അക്കൗണ്ട്സ്, നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാൽ ഫണ്ടഡ് അക്കൗണ്ട്സ് തരും. ആ ഫണ്ട് അക്കൗണ്ട്സിലൊക്കെ പ്രോപ്പറായിട്ട് മണി മാനേജ്മെൻറ്റ് റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫെയിൽ ആവുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫെയിൽ ആവില്ല, എന്തായാലും പ്രോഫിറ്റേക്ക് എത്തുള്ളൂ. പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം മാർക്കറ്റിൽ നിന്ന് ഗ്രാബ് ചെയ്തതിന് ശേഷം നിങ്ങൾ പ്രോപ്പറായിട്ട് മണി മാനേജ്മെൻറ്റ് റിസ്ക് മാനേജ്മെൻറ്റ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്താൽ നിങ്ങൾ എന്തായാലും ഫണ്ടഡ് അക്കൗണ്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ ചിലപ്പോൾ ഒറ്റ ട്രേഡിലോണ്ട് ചിലപ്പോൾ ഒരു 3% പ്രോഫിറ്റ് ഉണ്ടാക്കിയേക്കാം. ഇനിയിപ്പോൾ നെക്സ്റ്റ് ട്രേഡിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 5% ലോസ് വന്നേക്കാം. ഇതിൽ നമുക്ക് ലോസ് വരികയാണെങ്കിൽ അതിനൊരു എമൗണ്ട് വേണം, അല്ലെങ്കിൽ അതിനൊരു 0.5 ആണെങ്കിൽ 0.5 നമുക്ക് ലോസ് തരാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ പ്രോഫിറ്റ് വരികയാണെങ്കിൽ 2% നമുക്ക് പ്രോഫിറ്റ് കിട്ടണം. നമുക്കൊരു പ്ലാൻ വേണം, ഒരു ഡിസിപ്ലിൻ വേണം. ഈ ഫണ്ടഡ് അക്കൗണ്ട് യൂസ് ചെയ്യുമ്പോൾ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ റിയൽ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്നതിലേറെ ബുദ്ധിമുട്ടാണ് ഒരു ഫണ്ടഡ് അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ അവർക്ക് ഒരുപാട് റൂൾസ് ഉണ്ട്. 5% ഡെയിലി ലോസ് വരാൻ പാടില്ല, 10% ഓവറോൾ ലോസ് വരാൻ പാടില്ല, ഇങ്ങനെ ഒരുപാട് റൂൾസ് ഉണ്ട്. അതുപോലെ കൺസിസ്റ്റൻസി റൂൾസ്, അങ്ങനെ റൂൾസിൻ്റെ ഇടയിൽ കിടന്ന് നമ്മളത് പാസ്സാക്കി അതിൽ നിന്ന് പേ ഔട്ട് എടുക്കുക എന്നാൽ ഭയങ്കര വലിയൊരു കാര്യമാണ്. ഒരു പ്രാവശ്യം ഫണ്ടഡ് അക്കൗണ്ട് പാസ്സാക്കി പേ ഔട്ട് എടുത്തവന് റിയൽ അക്കൗണ്ടിൽ എന്തായാലും പ്രോഫിറ്റബിൾ ആകാൻ പറ്റും.